ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ടോണീസ് വേൾഡ്. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് അൽബേനിയയിൽ കാണാൻ പോകുന്നത് അവിടുത്തെ ഏറ്റവും മോസ്റ്റ് പോപ്പുലർ അട്രാക്ഷൻ ആയിട്ടുള്ള ഡച്ച് ടീ മൗണ്ടൻ കാണാനാണ് പോകുന്നത്. ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഈ മൗണ്ടൻ കാണുന്നത് കേബിൾ കാറിലൂടെയാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എല്ലാ വ്യൂവും നമുക്ക് കാണാൻ പറ്റും. ഈ സ്പോട്ടിന് പറയുന്നത് ഡച്ച് ടീ എക്സ്പ്രസ് എന്നാണ്. നമുക്ക് ഇവിടെ നിന്നാണ് നമ്മുടെ കേബിൾ കാർ നമുക്ക് എടുക്കേണ്ടത്. ശരിക്കും ഇങ്ങനെ മുകളിലുള്ള ഏരിയകളിൽ ചെല്ലുമ്പോഴാണ് നമുക്ക് ആ ഒരു വ്യൂ മൊത്തത്തിൽ കിട്ടുള്ളൂ. മുകളിൽ ചെല്ലുന്തോറും കാഴ്ചകൾ കാണാൻ പറ്റും. ഇങ്ങനെയാണ് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തല്ലേ. ഓപ്പൺ മേറ്റ് അതിന് സമ്മർ ടൈമിലായിരിക്കും. അപ്പോൾ നമ്മൾ കേബിൾ കാറിൽ കയറാൻ പോകാം കേട്ടോ. കേബിൾ കാറിന് വരുന്നത് ടെലിഫ്രിക്. Up and down? Sure. നമ്മൾ ടിക്കറ്റ് എടുക്കുവാണ്. കാശ് കൊടുക്കും. ഇവിടുത്തെ പൈസ 2000 ഒറ്റ നോട്ട്. ഇവിടെയും പിങ്ക് ആണ്, അവിടെയും പിങ്ക് ആണ്. ഈ QR കോഡ് അവിടെ സ്കാൻ ചെയ്ത് വരാം. ഈ ഒരു 100 ഇങ്ങോട്ട് തരാനുണ്ട്. ചില്ലറായിട്ടാവും തരുന്നത്. സോറി. അയ്യോ, അത് കിട്ടിയില്ല. പൈസ അടിപ്പിൽ 4354 മീറ്ററാണ് ഇതിൻ്റെ ദൂരം വരുന്നത്. ഏകദേശം 15 മിനിറ്റ് നമുക്ക് ഇതിൻ്റെ അകത്ത് ട്രാവലിംഗ് ഉണ്ട് കേട്ടോ. നമുക്ക് പിന്നെയാണെങ്കിൽ ഏകദേശം 6 മീറ്റർ പെർ സെക്കൻഡിലാണ് നമ്മുടെ ഈ കേബിൾ കാർ പതുക്കെ പോകുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒറ്റ ടൈമിൽ നമുക്ക് അത് 1 മണിക്കൂറിൽ ഇതിൻ്റെ അകത്ത് 528 പേർക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. അതായത് ഓരോ കേബിൾ കാറിലായിട്ട് 528 പേരെ നമുക്ക് ഒറ്റ ടൈമിൽ അവർക്ക് കൊണ്ടുപോകാൻ പറ്റും. അത്രയും വലിയ സംഭവമാണ് കേട്ടോ. നമുക്ക് കുറേ ദൂരം ഇത് പോകാനുണ്ട്. നല്ല രസമായിരിക്കും. കോറിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് മാസമായിരിക്കും? ഇനാഗ്രമി ഈ ടെലിഫെറിക്. അത് കേബിൾ കാറിന് പറയണേ. ഞാൻ അവിടെ വായിച്ചു വയ്ക്കാറുണ്ട്. കേബിൾ കാറിന് പറയണേ. കേബിൾ കാർ വരികയാണ് സുഹൃത്തുക്കളെ. സ്പീഡ് കൊള്ളാലോ. ഇവന് സ്പീഡ് കൊള്ളാലോ. കൊള്ളാൻ കേട്ടോ അല്ലേ? അങ്ങോട്ട് അതൊരു നല്ല ഐഡിയ കേട്ടോ. ഭയങ്കര ക്ലീനാ അല്ലേ? ഇത്രയും സെറ്റപ്പില് അത്യാവശ്യം നല്ല ക്ലീൻ ആയിട്ട് ഇവർ കൊണ്ടുവരുന്നത്. എല്ലാ കാർട്ടും അങ്ങോട്ട് പോകുന്ന എംറ്റി ആണല്ലോ. അവര് വൺ സൈഡാണ്, നമ്മള് 2 സൈഡ് എടുത്താണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ആരും എടുക്കുന്നില്ലെന്ന് ഞാൻ ആലോചിക്കുന്നു. മുകളിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടാവില്ല ഇനി? തിരിച്ചുവരുമ്പോ ഈ കാർഡിന് കാണിച്ചാൽ മതിയോ? അവിടെ ഇറങ്ങിയിട്ടേ തിരിച്ചുവരുമ്പോ ഈ കാർഡിന് കാണിച്ചാൽ മതിയോ? ഓ, അതിന്റെ മുകളിട്ട് എവിടം വരെയാണല്ലേ? അതിന്റെ മുകളിട്ടുണ്ടോ? അതിന്റെ മുകളിട്ടുണ്ടല്ലേ? ആ, ഉണ്ടെന്നേ. ഏറ്റവും മുകളിൽ വരെ ഉണ്ട്. മലയുടെ മുകളിൽ വരെ ഉണ്ട്. എന്താ ഒരു ഇളക്കം പോലെ, ഒരനക്കമൊക്കെ. ഗിയറും അറിയില്ല. നീ തലേന്ന് നീക്കുവാണെങ്കിൽ എനിക്ക് വീഡിയോ എടുക്കായിരുന്നു. കാരണം മഴയൊന്നും വിചാരിച്ചിട്ട്
ഇതാകുമ്പോ ഉള്ളിലല്ലേ, മഴ കൊള്ളില്ലല്ലോ. പക്ഷെ നാളെ രാവിലെ സിപ്ലൈന് പോവാം, നാളെ നല്ല ക്ലൈമറ്റ് ആണെങ്കിൽ പോവാം. അല്ലെങ്കിലും പോവാം. കാരണം വേറെ ഒന്നും ചെയ്യാനില്ല. നാളെ വണ്ടി കൊടുക്കണം. സിപ്പ് ലൈനിൽ പോയിട്ടാണ് വെച്ചെങ്കിൽ നമുക്ക് കവർ ചെയ്യാനുള്ള സമയം കിട്ടും. 1 മിനിറ്റ് വൈകി കഴിഞ്ഞാൽ അടുത്ത ദിവസം കാശ് പോകുള്ളൂ. അങ്ങനെ തന്നെ പറഞ്ഞ ചെറിയ വാക്കിന് മാറ്റം നടന്നു. ചൂടെടുക്കണു ഞാൻ പറഞ്ഞു ജാക്കറ്റ് ഇടാൻ പ്രോത്സാഹിപ്പിച്ച്. എടാ ഇത് അങ്ങ് ഉണ്ടാവേ പോ കേട്ടോ, ഇവനിത് പറയുന്നത് എനിക്കറിയായിരുന്നു. മുകളിൽ വരെ ഉണ്ടെന്ന് ഞാൻ വീഡിയോ നേരത്തെ കണ്ടായിരുന്നു. ഇന്നലെ ഞാനിരുന്ന് ഇതിന്റെ വീഡിയോ കണ്ടായിരുന്നു. അത് കൊറേ ദൂരം ഉണ്ടാവുകൊണ്ടാണ്. ആ വണ്ടി ഇങ്ങോട്ടാണോ വരുന്നത്? അതെന്തിനാ അവര് കൗണ്ട് താഴെ ലൈക്ക് ആ സ്ഥലമൊക്കെ കണ്ടിട്ട് അവര് തിരിച്ചു വരത്തുള്ളൂ. അവര് ചിലപ്പോ അവിടെ ഇരിക്കുന്നത് അവരുടെ ഇതിനനുസരിച്ചായിരിക്കും അവര് നിൽക്കുന്നത്. ഒരാളുണ്ട് അവനാണ് KGF അമ്മച്ചി അമ്മച്ചി ഓർക്കണോ പിള്ളേരോട് പറഞ്ഞു. അത് സാധ്യതയുണ്ട്. പക്ഷെ എന്നാലും ഈ ക്ലൈമറ്റിൽ ഇവിടെ ഇത്രയും നല്ല ഇത് വരുന്നുണ്ടല്ലോ. ഇവിടുന്ന് ചാടി നല്ല റെസ്റ്റോറന്റിനാണോ ഈ വഴി ഇത്രയും നല്ല വഴിയായിരുന്നു. എല്ലാം അടിപൊളിയായിരിക്കടാ. ഇത് മുതലായിട്ടാ കാശ്. നമ്മളന്ന് തന്നെ അന്നൊരു വ്യൂ ഇല്ലാണ്ട് മേടിച്ച് തന്നെ 14 പൗണ്ട് വരെ മേടിച്ചില്ലേ. നമുക്ക് ഒരു പൊട്ട് പോലെ ഫുള്ള് തേനീച്ച ഫാമാണല്ലോ. ഇവിടെ തേനീച്ചയുടെ സംഖ്യതുകൊണ്ട് കുറച്ച് തേൻ കുടിക്കാൻ കിട്ടുന്നു. ഹണിയൊന്നും എടുത്ത് കണ്ടില്ല. അതന്നെ ഞാനും പറഞ്ഞു, ഹണിയൊന്നും എവിടെയും കണ്ടില്ല. ബ്രെഡ് മാത്രം കാണാം. വീട്ടിൽ പോയാൽ മതി, ഇതികടെ നടന്നു പോകാൻ പറ്റും. ഉണക്കറച്ചി ബ്രെഡ് തന്നെ ശരിക്കും അടിക്കണ്ട്. ഒരു ഓവൻ പോലെ എല്ലാരും കരിഞ്ഞു പോയി അവിടെ തുറന്നിട്ടെ. മാങ്ങത്തലയാ ഒരു ഫീൽ കിട്ടുന്ന ഒരു രസക്കുട്ടിയുടെ വീടല്ലേ ഇത്? മറ്റേ വീടല്ലേ, മറ്റേ സിനിമയ്ക്കകത്ത്. ശരി, ഗുഹൊക്കെ പോലത്തെ അത് കാണാൻ പറ്റുമോ? നോക്ക്, കറക്റ്റ് ലാൻഡ്സ്കേപ്പിന്റെ നമുക്കിത് കാണാൻ പറ്റുമോ? എല്ലാരും ലൊക്കേഷൻ മനസ്സിലായ മറ്റേ ഇതാവുന്നുണ്ട് ബങ്ക് സാധനല്ലേ. ഞാനാ പറഞ്ഞത് അവിടെ പോവാം. നമ്മൾ കേരളത്തിലല്ലോ. തിരിച്ചു വരുമ്പോ നല്ല സ്പീഡ് ഇറങ്ങിയായിരിക്കും. ഇത് ഇനിയുണ്ടോ ഇവിടെ? അതിന്റെ മുകളിലാ, അതാ പറഞ്ഞ യൂണിറ്റ്. 10 കൊണ്ട് അല്ലല്ല, ഞാൻ പറഞ്ഞില്ല ഫോഗുള്ള സ്ഥലം. ഫോട്ടോ എടുക്കട്ടെ ഇത് പൊളിച്ചോട്ടെ വ്യൂ, പൊളി സാധനം. മുകളിലത്തെ കിട്ടാൻ പാടാം. കുത്തനെയുള്ള കേട്ടാ ഉണ്ടല്ലേ. വെള്ളം പോകുന്നുണ്ട്. ആ വെള്ളച്ചാട്ടം ഉണ്ട്. എന്താ എവിടെ വെള്ളം? ഫോട്ടോ ഇങ്ങോട്ട് ഫോട്ടോ നമ്മൾ ഏറ്റവും മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. കണ്ടോ എന്തോ അതാണ് കാണാൻ വന്ന്. ഞാൻ വെച്ചെന്തെങ്കിലും വ്യൂ കാണിക്കാൻ. കേറണില്ല. അൽബേനിയ ഫുള്ള് കണ്ടു. ഇതിന്റെ ഇതേ ലൈക്കിലാണ് നമുക്ക് അൽബേനിയ ഫുള്ള് കാണാൻ. ഒരു നൈറ്റ് ഇതിന്റെ വ്യൂ തന്നെ അടിപൊളിയായിരിക്കും അല്ലേ? ഫുള്ള് നൈറ്റ് വെച്ചിട്ടില്ലേ? സൂപ്പർ ആയിരിക്കും.
എത്താറായില്ലേ മുകളില്? ഏറ്റവും മുകളിൽ നമ്മൾ എത്താറായിട്ടോ. ആ മലകളൊക്കെ കുഞ്ഞു 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 മലകള്. എത്ര മലകൾ കയറി നമ്മളിവിടെ വന്നത് അല്ലേ? പോവാം നമുക്ക്. പക്ഷെ ഞാനില്ലേ നീരാളി പോലത്തെ റൈഡൊക്കെ എനിക്കൊന്നും അത്ര പേടിയൊന്നുമില്ല. പക്ഷെ സൂപ്പർ സൂപ്പർ. ആ ഇതിലല്ല നമ്മള് കഫേ നല്ല രീതിയിൽ ഇത് ചെയ്തിട്ടുണ്ട് കേട്ടോ. ക്രിസ്മസ് ഡെക്കറേഷൻ.